ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, കർത്താവിനോടുള്ള ഭയം, ഫിയർ ഓഫ് ദ ലോഡ് എന്നതിനെ നാം തെറ്റിദ്ധരിക്കരുത്. അത് ഒരു യജമാനനെ ഭയപ്പെടുന്ന ഒരടിമയുടെ ഭയമല്ല, മറിച്ച് നമ്മെ അഗാധമായി സ്നേഹിക്കുന്ന ഒരു പിതാവിനോടുള്ള ആദരവും ബഹുമാനവുമാണ്. ഈ ഭയം ദൈവത്തിൻ്റെ പരിശുദ്ധിയെയും മഹത്വത്തെയും തിരിച്ചറിയുന്നതിൽ നിന്ന് ഉടലെടുക്കുന്നതാണ്. നാം അതേ പരിശുദ്ധിയിൽ തുടരേണ്ടവരാണ് എന്ന് മത്തായി 5:48 നാം വായിക്കുന്നു. ബി ഹോളി ആസ് ഐ ആം എന്നതാണ് നമ്മിൽ നിന്ന് കർത്താവ് പ്രതീക്ഷിക്കുന്നത്. ഈ പിതൃ സഹജമായ സ്നേഹമാണ് നമ്മെ പാപത്തിൻ്റെ അടുത്ത അവസരങ്ങളെ, ദ നിയർ അക്കേഷൻ ഓഫ് സിൻ, ഭയപ്പെടാൻ പ്രേരിപ്പിക്കുന്നത്. നമുക്ക് മനസാക്ഷി കുത്ത് ഉണ്ടാകുമെന്നൊക്കെ പറയാറില്ലേ? പാപം ചെയ്യാനുള്ള അവസരങ്ങളെ ഭയപ്പെടുന്നത് ശിക്ഷയെക്കുറിച്ചുള്ള പേടി കൊണ്ടല്ല, മറിച്ച് നമ്മുടെ പാപങ്ങൾ സ്നേഹവാനായ ദൈവപിതാവിൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കും എന്ന തിരിച്ചറിവ് കൊണ്ടാണ്. ഒരു നല്ല മകൻ, നല്ല മകൾ തൻ്റെ പിതാവിനെ, തൻ്റെ സ്നേഹമുള്ള പിതാവിനെ വേദനിപ്പിക്കാൻ ആഗ്രഹിക്കാത്തതുപോലെ ദൈവമക്കളായ നാം പാപത്തെ വെറുത്തുപേക്ഷിക്കണം. ദൈവം സ്നേഹമുള്ള നമ്മുടെ അപ്പൻ നമ്മെ അച്ചടക്കത്തോടെ വളർത്തുന്നത് അത് ഡിസിപ്ലിനാണ്, പീഡനമല്ല. നമ്മെ ദ്രോഹിക്കാനല്ല, മറിച്ച് തൻ്റെ രാജ്യത്തിന് യോഗ്യരാക്കാനാണ്. അവിടുത്തെ സ്വർഗരാജ്യത്തിൽ വിശുദ്ധിയുള്ളവർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. കുഞ്ഞുങ്ങളെപ്പോലെയുള്ളവർക്കാണ് സ്വർഗരാജ്യം. കുഞ്ഞുങ്ങൾ ഇന്നസെൻ്റാണ്. ആ പെർഫെക്ഷനാണ്, ആ ഇന്നസെൻസിയാണ്, ആ ഹോളിനെസ്സാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. കർത്താവ് താൻ സ്നേഹിക്കുന്നവരെ ശിക്ഷിക്കുന്നു എന്ന് എബ്രായർ 12:6 നാം വായിക്കുന്നു. അപ്പോൾ കർത്താവ് നമ്മെ സ്നേഹിക്കുന്നുണ്ട് എന്നുറപ്പ് തന്നെ. ഈ ഭയം നമ്മെ പാപത്തിൽ നിന്ന് അകറ്റി നിർത്തുകയും ദൈവഹിതമനുസരിച്ച് വിശുദ്ധിയോടെ ജീവിക്കാൻ നമ്മെ സഹായിക്കുകയും ചെയ്യുന്നു. സഹോദരങ്ങളെ, വിശുദ്ധ ഗ്രന്ഥം പറയുന്നു, കർത്താവിനോടുള്ള ഭയമാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം. ഈ ജ്ഞാനം നമ്മെ പാപത്തിൻ്റെ പ്രലോഭനത്തിൽ നിന്ന് അകന്നു നിൽക്കാൻ പഠിപ്പിക്കുന്നു. അതിനാൽ ഈ ഭയത്തെ ഒരു ഭാരമായിട്ടല്ല, മറിച്ച് സ്വർഗരാജ്യത്തിലേക്കുള്ള നമ്മുടെ യാത്രയിൽ നമ്മെ സംരക്ഷിക്കുന്ന നല്ല പിതാവിൻ്റെ കരുതലും വഴികാട്ടിയുമായി നമുക്കത് സ്വീകരിക്കാം. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് പിതാവായ ദൈവത്തെ ഭയപ്പെട്ട് നമുക്ക് ജീവിക്കാം. ആമേൻ.